നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാണിജ്യലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നായ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ്. ഒറ്റനോട്ടത്തിൽ ഒരു സാധാരണ കടലാസ് കഷ്ണം, പക്ഷേ ഇതിന് പണത്തിന്റെ അതേ മൂല്യമുണ്ട്. അതെങ്ങനെ സാധ്യമാകുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, ബിസിനസ്സിലൊക്കെ വലിയ ഇടപാടുകൾ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ കൊണ്ടു നടക്കുന്നത് പ്രായോഗികമാണോ? അല്ല. അപ്പോ പണം കയ്യിൽ വെക്കാതെ തന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ തുകകൾ സുരക്ഷിതമായി കൈമാറുന്നത്? അതിനുള്ള ഉത്തരമാണ് ഈ കൈമാറ്റം ചെയ്യാവുന്ന പ്രമാണങ്ങൾ. അപ്പോ എന്താണ് ഈ കൈമാറ്റം ചെയ്യാവുന്ന പ്രമാണം? സിമ്പിളായി പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു നിശ്ചിത തുക കൊടുക്കാമെന്ന് നിയമപരമായി ഉറപ്പു നൽകുന്ന ഒരു രേഖയാണിത്. അതായത്, ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം എന്നെഴുതി ഒപ്പിട്ട ഒരു കടലാസ്. ഇത് പണത്തിന് പകരമായി നമുക്ക് ധൈര്യമായി ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ പണം പോലെ പ്രവർത്തിക്കുന്ന കടലാസ് എന്ന് പറയുന്നത്. ശരി, ഒരു സാധാരണ കടലാസിന് എങ്ങനെയാണ് ഇത്രയും വിലയും വിശ്വാസ്യതയും കിട്ടുന്നത്? എന്തൊക്കെ ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു പ്രമാണം നെഗോഷ്യബിൾ അഥവാ കൈമാറ്റം ചെയ്യാൻ യോഗ്യമാകുന്നത്? നമുക്കതിന്റെ പ്രധാന സ്വഭാവങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നോക്കൂ, ഇതിന് ചില നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് എഴുതിയ രൂപത്തിലായിരിക്കണം. ഒപ്പം നിർബന്ധമാണ്. വാക്കാലുള്ള ഉറപ്പിന് ഇവിടെ സ്ഥാനമില്ല. രണ്ടാമതായി, പണം തരാമെന്ന ഉറപ്പിന് യാതൊരു ഉപാധികളും പാടില്ല. മഴ പെയ്താൽ തരാമെന്നൊന്നും പറയാൻ പറ്റില്ല. തുക എത്രയാണെന്ന് കൃത്യമായി എഴുതിയിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് കിട്ടിയ ഈ പ്രമാണം എളുപ്പത്തിൽ മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയണം. അഥവാ പണം കിട്ടിയില്ലെങ്കിൽ ഇത് കൈവശമുള്ളയാൾക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശവും ഉണ്ടായിരിക്കും. ഇതെല്ലാമാണ് ഇതിനെ ഇത്ര ശക്തമാക്കുന്നത്. ഇന്ത്യയിൽ 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം പ്രധാനമായും 3 തരം പ്രമാണങ്ങളാണുള്ളത്. ഇവ മൂന്നും നമ്മളെ എപ്പോഴും കേൾക്കുന്നതും ഉപയോഗിക്കുന്നതുമാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാണ് പ്രോമിസറി നോട്ട്. അതിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇതൊരു പ്രോമിസാണ്, ഒരു വാഗ്ദാനം. നിയമത്തിലെ സെക്ഷൻ 4 പറയുന്നത് ഇതാണ്: ഞാൻ ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്ന് ഒരാൾ എഴുതി ഒപ്പിട്ടു കൊടുക്കുന്നതിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇതിലാകെ 2 പേരാണുള്ളത്. പണം തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ആൾ, അയാളെ നമ്മൾ മേക്കർ എന്ന് വിളിക്കും. ആർക്കാണോ പണം കിട്ടേണ്ടത് അയാളെ പേയി എന്നും പറയും. വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ ഒരാൾക്ക് പണം കടം കൊടുക്കുമ്പോൾ ഒരു ഉറപ്പിന് എഴുതി വാങ്ങില്ലേ? അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഇനി രണ്ടാമത്തേത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നിയമത്തിലെ സെക്ഷൻ 5 ആണ് ഇതിനെപ്പറ്റി പറയുന്നത്. പ്രോമിസറി നോട്ട് ഒരു വാഗ്ദാനമായിരുന്നെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ഉത്തരവാണ്. അതായത്, ഇന്നയാൾക്ക് ഇത്ര രൂപ കൊടുക്കൂ എന്ന് ഒരാള് മറ്റൊരാളോട് ഓർഡർ ചെയ്യുകയാണിവിടെ. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാണ്. കാരണം 3 പേരുണ്ട്. ഉത്തരവ് കൊടുക്കുന്ന ആള് ഡ്രോയർ. ആരോടാണോ പണം കൊടുക്കാൻ പറയുന്നത് അയാൾ ഡ്രോയി. ആർക്കാണോ പണം കിട്ടുന്നത് അയാൾ പേയി. ഒരു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങൾക്കൊരു സാധനം കടമായി വിറ്റു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിനോട് എനിക്ക് പണം തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ബിൽ എഴുതുന്നു. ഇവിടെ ബിൽ എഴുതിയ നിങ്ങൾ ഡ്രോയർ, പണം കൊടുക്കാൻ ഉത്തരവ് കിട്ടിയ നിങ്ങളുടെ ബാങ്ക് ഡ്രോയി, പണം കിട്ടുന്ന ഞാനാണ് പേയി. അപ്പോൾ പ്രധാന വ്യത്യാസം ഇപ്പോൾ വ്യക്തമായില്ലേ? പ്രോമിസറി നോട്ട് എന്നത് ഞാൻ തരാം എന്നൊരു വാഗ്ദാനമാണ്. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അയാൾക്ക് കൊടുക്കൂ എന്നൊരു ഉത്തരവാണ്. ഒന്നിൽ 2 പേർ, മറ്റേതിൽ 3 പേർ. ഇതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. ഇനി നമുക്കെല്ലാവർക്കും സുപരിചിതമായ മൂന്നാമത്തെ ഇൻസ്ട്രുമെന്റിലേക്ക് വരാം. അതാണ് ചെക്ക്. നിയമത്തിലെ സെക്ഷൻ 6 അനുസരിച്ച് ഒരു ചെക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക തരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നെയാണ്. ഒരു സ്പെഷ്യൽ കേസാണെന്ന് പറയാം. ചെക്കിലും 3 പാർട്ടികളുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ചെക്കിലെ ഡ്രോയി, അതായത് പണം കൊടുക്കാൻ ഉത്തരവ് ലഭിക്കുന്നയാൾ, എപ്പോഴും ഒരു ബാങ്ക് ആയിരിക്കും. വേറെ ആരുമല്ല, ബാങ്ക് മാത്രം. ഞാനൊരു ചെക്ക് എഴുതുമ്പോൾ എന്റെ ബാങ്കിനോടാണ് പണം കൊടുക്കാൻ ഞാൻ ഉത്തരവിടുന്നത്. ചെക്ക് എപ്പോൾ കൊണ്ടുപോയി കൊടുത്താലും അപ്പോൾ പണം കിട്ടണം. അതുകൊണ്ടാണ് ഇതിനെ പേയബിൾ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ ഈ പ്രമാണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി ഇതിന്റെ പേരിൽ തന്നെയുള്ള നെഗോഷ്യബിൾ അഥവാ കൈമാറ്റം ചെയ്യാവുന്നത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എളുപ്പത്തിൽ കൈമാറാൻ സാധിക്കുന്നത്? ഇതിന് വളരെ ലളിതമായ 2 വഴികളാണുള്ളത്. ഒന്ന്, ബേറർ പ്രമാണം,
അതായത് ആരുടെ കയ്യിലാണോ ആ പ്രമാണം ഇരിക്കുന്നത് അയാൾക്ക് പണം കിട്ടും. അങ്ങനെയുള്ള ഒരു പ്രമാണം വെറുതെ ഒരാൾക്ക് കൈമാറിയാൽ മതി, ഉടമസ്ഥാവകാശം മാറി. എന്നാൽ പ്രമാണത്തിലൊരു പ്രത്യേക വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഓർഡർ പ്രമാണമെന്ന് പറയും. അത് കൈമാറണമെങ്കിൽ ആ വ്യക്തി അതിന്റെ പുറകിൽ ഒപ്പിട്ട ശേഷം കൈമാറണം. ഈ ഒപ്പിടുന്നതിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ശരി, ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം. ഈ ഗൂഗിൾ പേയുടെയും ഫോൺ പേയുടെയും ഒക്കെ കാലത്ത് ഈ കടലാസ് പ്രമാണങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ടോ? ഉണ്ട്. ബിസിനസ് ലോകത്ത് ഇതിപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്താൻ ഒരു ചെറിയ ചെക്ക് മതി. പണം കയ്യിൽ കൊണ്ടു നടക്കുന്നതിന്റെ റിസ്കില്ല. ഇത് കച്ചവടം എത്ര എളുപ്പമാക്കുന്നു. എളുപ്പത്തിൽ കൈമാറാനും സാധിക്കും. ഏറ്റവും വലിയ കാര്യം, പണം കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ പോകാനും നിയമപരമായി മുന്നോട്ടു നീങ്ങാനുമുള്ള ശക്തമായ പിൻബലം ഇതിനുണ്ട്. ഇതുകൊണ്ടാണ് ബിസിനസ്സുകളിൽ ഇന്നും ഇവയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം. അപ്പോ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നിമിഷങ്ങൾക്കുള്ളിൽ പണം കൈമാറാൻ കഴിയുന്ന ഈ ഡിജിറ്റൽ യുഗത്തില് ഈ കടലാസ് വാഗ്ദാനങ്ങളുടെ ഭാവി എന്തായിരിക്കും? നിയമപരമായ ഒരു ഉറപ്പ് എന്ന നിലയിൽ അവ എക്കാലവും നിലനിൽക്കുമോ? അതോ കാലക്രമേണ അവ അപ്രത്യക്ഷമാകുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.